സ്നേഹവന്ദനങ്ങൾ പ്രിയോടെ സമർപ്പണത്തെക്കുറിച്ചൊരു അപ്ഡേറ്റ് തരുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 13 ദിവസം ഇന്നായിരിക്കുന്ന സമർപ്പണം ഹോസ്പിറ്റലിലായിട്ട് വെന്റിലേറ്ററിലായിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ അവന് വളരെ ബെറ്ററായിരിക്കുന്നു. വെന്റിലേറ്ററിൽ നിന്ന് ഈ നിമിഷം വരെ പുറത്തു കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വേഗത്തിൽ അവൻ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു വരുമെന്ന് 2 ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഇത് ഒരു ആത്മീയ യുദ്ധമാണ്, ദൈവമക്കൾ പോരാടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അനേക ദൈവമക്കൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥനയിൽ പോരാടി. ചിലർ വോയിസ് മെസ്സേജൊക്കെ ഇട്ടു. അതിൻ്റെ പിന്നിലുള്ള പൈശാചിക വിഷയങ്ങളെക്കുറിച്ച് അവർക്ക് കിട്ടിയ വെളിപ്പാടുകൾ പറഞ്ഞു. അങ്ങനെ അനേകരുടെ പ്രാർത്ഥന വലിയ വിടുതൽ കാരണമായി തീർന്നു. സഭ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ബലമാണ്, ദൈവമക്കൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ബലമാണ്. അതായത് 2 ദിവസം മുമ്പിട്ട വീഡിയോയ്ക്ക് ശേഷം റിമാർക്കബിളായിട്ടുണ്ടായ വ്യത്യാസങ്ങൾ. ഒന്ന്, 11 ദിവസവും ഡോക്ടർമാർ ഓരോ നെഗറ്റീവ് കാര്യങ്ങളെല്ലാം പുതുതായിട്ട് എല്ലാ ദിവസവും പറയുമായിരുന്നു. ഓരോ ദിവസവും എന്തെങ്കിലും നെഗറ്റീവ് പുതിയതായിട്ടുണ്ടാകും. ഇന്ന് ലിവറാണെങ്കിൽ നാളെ ഈ ഡയാലിസിസിൻ്റെ വിഷയം, കിഡ്നിയുടെ പ്രോബ്ലം, ലങ്സിൻ്റെ പ്രോബ്ലം, ഇങ്ങനെ പുതിയ വിഷയങ്ങൾ. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. പക്ഷേ കഴിഞ്ഞ ആ ഒരു വീഡിയോ ഇട്ട ശേഷം ദൈവമക്കൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയ ശേഷം ഇന്നലെയും ഇന്നും 2 പ്രാവശ്യം 2 ദിവസം ഡോക്ടേഴ്സിൻ്റെ കൗൺസിലിങ്ങിൽ പുതിയ നെഗറ്റീവ് ഒന്നും വന്നില്ല എന്നുള്ളത് ഒരു വലിയ ആശ്വാസമാണ്. ദൈവിക വിടുതൽ വെളിപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ അവനെ കാണാൻ വേണ്ടി അകത്ത് ചെന്നപ്പോൾ, ഞാൻ സമർപ്പണൻ്റെ പേര് വിളിച്ചപ്പോൾ അവൻ എന്നെ നോക്കി അവൻ്റെ കൈ പെട്ടെന്ന് ഷെയ്ക്ക് ഹാൻഡ് തരാൻ വേണ്ടി നീട്ടി. അപ്പോൾ ഞാൻ അവൻ്റെ കയ്യെ പിടിച്ച് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ മോനാക്കരുത്, ഡാനി മോനാക്കരുത്. ഡാനി മോൻ ചെന്ന് കഴിഞ്ഞിട്ട് ഡാനി പറഞ്ഞു ഞങ്ങളെല്ലാം വെളിയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവനിങ്ങനെ കൈകൊണ്ടിങ്ങനെ ആക്ഷൻ ചോദിച്ചു ആരൊക്കെ ഉണ്ടെന്ന്, എല്ലാം അറിയണം. അപ്പം ഡാനി പേരുകളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ചർച്ചിലെ കുഞ്ഞുങ്ങൾ ചെല്ലുമ്പോൾ മറ്റൊരു മോള് കെസിയ, നമ്മുടെ ജോസ് പാസ്റ്ററുടെ മോളാണ്. കെസിയ മോള് ചെന്നപ്പോൾ അവന് ഒത്തിരി കാര്യങ്ങൾ അവളോട് ഇങ്ങനെ ആക്ഷൻ കൊണ്ട് ചോദിച്ചു. കെസിയായും ഈ മോനും നെയ്ബേഴ്സാണ്, ഒരു ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. കെസിയ അവൻ്റെ ഒരു ദീദിയാണ്, ഒരു ചേട്ടത്തിയാണ്. അപ്പോൾ ആ മോള് പറഞ്ഞു ഞാൻ വെളിയിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നേരം കൊണ്ട് നിൽക്കാൻ കൈകൊണ്ട് കാണിച്ചു. അങ്ങനെ ഒത്തിരി നല്ല പ്രതികരണങ്ങൾ അവൻ ഇന്നലെ ഉച്ച കഴിഞ്ഞ ശേഷം അവന് വലിയ വ്യത്യാസങ്ങൾ നമ്മൾ കാണുകയാണ്. 1-2 നല്ല റിപ്പോർട്ട് പറയുന്നു. ഒന്ന്, അവൻ്റെ പ്ലേറ്റ്ലേറ്റ് കൗണ്ട് ഇന്നലെ വരെയൊക്കെ അത് 30,000 ആയിരുന്നു, ഇന്നത് 79,000 ആയിരിക്കുന്നു. വളരെ റിമാർക്കബിളായിട്ടുള്ള വ്യത്യാസം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 50,000 വരെയൊക്കെ വന്നിട്ട് 60,000 വരെ വന്നിട്ട് പിന്നെ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഇന്നലെ 30,000 ആയിരുന്നു, ഇന്നത് 79,000 ആയിരിക്കുന്നു അവൻ്റെ പ്ലേറ്റ്ലേറ്റ് കൗണ്ട്. അതുപോലെ 3 ദിവസങ്ങൾക്ക് മുമ്പ് അവൻ്റെ ബിലിറൂബിൻ കൗണ്ട് 30 ആയിരുന്നു, 30 ആയിരുന്നു. അത് ഇന്നലെ മിനിഞ്ഞാന്ന് 20 കുറഞ്ഞു. ഇന്നത് 17 മാറിയിരിക്കുന്നു, 17 16. എനിവേ 30, 20 ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് അത് ഇന്നത് 16 17 മാറിയിരിക്കുന്നു. ബിലിറൂബിൻ കൗണ്ട് കുറയുന്നു. ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്യുന്നു. അവനെ പല പ്രാവശ്യം വെന്റിലേറ്ററിൽ നിന്ന് പുറത്തെടുക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ അവനെ ശ്വാസം എടുക്കുവാൻ കഴിയാതെ ഗ്യാസ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നുകൊണ്ട് അവനെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെയും ഇന്നുമൊക്കെ. ഇന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു അവനെ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തെടുക്കുവാൻ ശ്രമിക്കണം. കാരണം ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ 13 ദിവസമായി അവനെ വെന്റിലേറ്ററിൽ ഇടുവാൻ വേണ്ടി ആ ഒരു ട്യൂബൊക്കെ വായിക്കൊണ്ടിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ട്രക്കസ്റ്റമി ചെയ്യണം. കഴുത്തിലൊരു ഹോൾ ഇട്ടിട്ട് വെന്റിലേഷൻ അവിടെ കൂടെ കൊടുക്കണം, അല്ലെങ്കിൽ അവൻ്റെ സൗണ്ടിനൊക്കെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പം ഞങ്ങൾ ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്തു. കാരണം ട്രക്കസ്റ്റമി ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കലൂടെ ശ്രമിക്കും. ഇന്ന് രാവിലെ അങ്ങനെ ഒരു ശ്രമം നടത്തി. ഡോക്ടർ എൻ്റെ വീഡിയോ ഞങ്ങളെ കാണിച്ചു. അവനെ ശ്വസിക്കുവാൻ കഴിയുന്നില്ല തനിയെ, മെഷീൻ്റെ ഹെൽപ്പില്ലാതെ. അതിൻ്റെ ഒരു കാരണം പ്രൊലോങ്ഡ് വെന്റിലേഷൻ കൊടുത്തത് കൊണ്ട്, വെന്റിലേറ്ററിൽ ഇട്ടത് കൊണ്ട് നമ്മുടെ ശ്വാസകോശം 10-12 ദിവസം മെഷീൻ്റെ സഹായത്തോടു കൂടി ശ്വസിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് നമ്മുടെ ശ്വാസകോശം അങ്ങനെ കുറേ ദിവസങ്ങൾ വെന്റിലേറ്ററിൽ കിടക്കുകയാണെങ്കിൽ ഒരു പുതിയ സിസ്റ്റം ലേൺ ചെയ്യുകയാണ്. അതായത് മെഷീൻ്റെ സഹായത്തോടെ ശ്വസിക്കുന്നു, മസിൽസ് വീക്കാകുന്നു, പിന്നെ തനിയെ ശ്വസിക്കാനുള്ള പരിചയമില്ലാതാകുന്നു. അത്
ഇനിയും തിരിച്ചു കിട്ടുവാൻ വേണ്ടി അല്പസമയമെടുക്കും. അങ്ങനെ ഉണ്ടാകുന്നൊരു കോംപ്ലിക്കേഷനാണ് പലപ്പോഴും ഈ വെന്റിലേറ്ററിൽ കൂടുതൽ ദിവസങ്ങൾ ഇടുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷനാണ്. അതുകൊണ്ട് അതൊരു വലിയ കൺസേൺ അല്ല. ഒൺലി ദ തിങ്, വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നില്ല. ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് ട്രക്കിയോസ്റ്റമി ഇടുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു 4:30-5 മണിയാകുന്നു ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ. ഈ നിമിഷം വരെ ഒരു 4:30-5 മണിയാകുന്നു ഈ വീഡിയോ ചെയ്യുമ്പോൾ. ഈ നിമിഷം വരെ ട്രക്കിയോസ്റ്റമി അവർ ഇട്ടിട്ടില്ല. സാധനമെല്ലാം വാങ്ങിച്ചു വെച്ചു. അതായത് ഡോക്ടർ, സർജൻ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. ക്ലിയറൻസ് ഒക്കെ കിട്ടി. പക്ഷേ ഇതുവരെ കൺസെൻറ്റ് സൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുക ദൈവം ഒരു അത്ഭുതം ചെയ്യും. ട്രക്കിയോസ്റ്റമി ഇടുന്നതിന് മുമ്പേ അവനെ വെന്റിലേറ്ററിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുക. എന്താണെങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒത്തിരി നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ദൈവമക്കളുടെ പ്രാർത്ഥന ഫലിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കൺസേൺ, അവനെ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നാൽ അവനൊന്ന് സ്റ്റേബിളായി കഴിഞ്ഞാൽ, തനിയെ ശ്വസിക്കാൻ തുടങ്ങിയാൽ അവനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ ആഗ്രഹിക്കുന്നു. കാരണം ഈ ഹോസ്പിറ്റൽ ഒത്തിരി എക്സ്പെൻസീവാണ്. ഓരോ ദിവസവും മുൻപോട്ട് പോകുന്നതോറും നമ്മുടെ ബില്ല് കൂടി വരുന്നത് കൊണ്ട് നമുക്കതൊരു വലിയ കൺസേണാണ്. വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നൊരു കുടുംബമാണ്, നേരത്തെ പറഞ്ഞിട്ടുള്ളത് ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് അവനൊന്ന് സ്റ്റേബിളായി, അവനെ കുറേ ദിവസങ്ങൾ അവൻ്റെ റിക്കവറിക്ക് വേണ്ടി ആവശ്യമായതുകൊണ്ട് എക്സ്പെൻസീവ് അല്ലാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്താണെങ്കിലും ദൈവമക്കളെ നിങ്ങൾ പ്രാർത്ഥിച്ചാട്ട്. കഴിഞ്ഞ 2 ദിവസം പ്രത്യേകിച്ച് ആ പൈശാചിക ശക്തികളോട് പോരാടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ റിക്വസ്റ്റ് അനേകർ കേട്ടു. അതിൻ്റെ ഒരു വിടുതൽ കാണുന്നു, അത്ഭുതം കാണുന്നു. പ്രാർത്ഥിച്ചവർക്കെല്ലാം നന്ദി പറയുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കെല്ലാം നന്ദി. ഗോഡ് ബ്ലെസ് യു ഓൾ.